Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. HSI സോഷ്യൽ സയൻസിന്റെ 2022 നടന്നിട്ടുള്ള PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എക്കണോമിക്സിലെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ? ആ എക്കണോമിക്സിൽ തന്നെ അടുത്ത 10 ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ HSI സോഷ്യൽ സയൻസ് PYQ ഡിസ്കഷനിലെ 2022 ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ PYQ ഡിസ്കഷനിലെ 4ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ സെഷനിലെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി. എന്താണ് ചോദ്യം എന്നുള്ളത്? ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി, 9ാം പഞ്ചവത്സര പദ്ധതി, 11ാം പഞ്ചവത്സര പദ്ധതി എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ എന്താണ് പഞ്ചവത്സര പദ്ധതി എന്നും 1ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് സോവിയറ്റ് യൂണിയനിലാണ്. 1928 ജോസഫ് സ്റ്റാലിൻ ആണ് ഈ പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോ ഈ സംഭവം കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ട് നമ്മുടെ ഇന്ത്യൻ നേതാക്കള് ഇന്ത്യക്ക് സ്വാതന്ത്ര്യാനന്തരം ഇത്തരത്തില് പഞ്ചവത്സര പദ്ധതികൾ ഇവിടെ ഇനീഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും വികസനവും ഒക്കെ ഒന്നുകൂടി ഫ്ലറിഷ് ചെയ്യാനായിട്ട് സാധിക്കും എന്നവർക്ക് തോന്നി. അങ്ങനെയാണ് ഇവര് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു മുന്നോടി എന്നുള്ള ലെവലില് 1944 കുറച്ച് വ്യവസായികളൊക്കെ ചേർന്നിട്ട് ഇന്ത്യയിൽ ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംയുക്ത നിർദ്ദേശം തയ്യാറാക്കി. ബോംബെ പ്ലാൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1944 ഇത് വരുന്നത് കേട്ടോ. അപ്പോ അങ്ങനെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പുരോഗതിക്കും വികസനത്തിനും സാമ്പത്തിക പുരോഗതിക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കണം എന്നിവര് തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് ആസൂത്രണ കമ്മീഷനെ നിയമിക്കുന്നത്. ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾ തീരുമാനിക്കുന്നതും അതിന്റെ നിയന്ത്രിക്കുന്നതും നടപ്പിൽ വരുത്തുന്നതും ഒക്കെ ആസൂത്രണ കമ്മീഷനാണ്. അങ്ങനെ 1951 പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. 51-56 കാലഘട്ടത്തിലാണ് 1ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 2015 ഈ ആസൂത്രണ കമ്മീഷന്റെ പേര് നീതി ആയോഗ് എന്നാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. 2015 നീതി ആയോഗ് എന്നാക്കി മാറ്റുന്നത്. ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, 5 വർഷക്കാലത്തേക്കായിട്ട് ഇന്ത്യ ഗവൺമെന്റ് എല്ലാ വരുമാനവും ചെലവും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖ തയ്യാറാക്കണം. അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു തീമൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒന്നായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതി. ജവഹർലാൽ നെഹ്റു ആണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇത് ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അണക്കെട്ടുകളിലെ നിക്ഷേപം, അതുപോലെ ജലസേചനം എന്നിവയുൾപ്പെടെ കാർഷിക മേഖലയെയാണ് ഇത് പ്രധാനമായിട്ടും അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 1ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും കാർഷിക മേഖലയെ ലക്ഷ്യം വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഹരോഡ് ഡോമർ മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ട് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഏതായിരുന്നു മോഡല്? ഹരോഡ് ഡോമർ മോഡൽ. 1956 അവസാനത്തോടെ 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിതമായിട്ടുണ്ടായിരുന്നു. അതായത് IIT 5 IITകൾ സ്ഥാപിതമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നിരക്ക് അറ്റൈൻ ചെയ്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ സാമ്പത്തിക വളർച്ചാ നിരക്കാണ് നമ്മൾ ഇനി പറയുന്നത്. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1% ആയിരുന്നു. എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 3.6% ആയിരുന്നു കേട്ടോ. അപ്പൊ ലക്ഷ്യം വെച്ചതിനേക്കാളും വളരെ കൂടുതൽ ഒരു വളർച്ചാ നിരക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ഈ ഒരു 1ാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിമാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ, കേരളം, ഗുജറാത്ത് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഹിമാചൽ പ്രദേശ് ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ആൻസർ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ശരിയായിരിക്കണം എന്നില്ല. കാരണം ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. അപ്പൊ ആ ഒരു സമയത്തെ ഇയറിലെ കണക്കനുസരിച്ചിട്ടാണ് ഹിമാചൽ പ്രദേശ് ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനമായിട്ട് പറയുന്നത് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം മധ്യപ്രദേശ് ആണെന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ എന്തായാലും ഹിമാചൽ പ്രദേശ്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട സമയത്ത് ഹിമാചൽ പ്രദേശ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെ ആ ഒരു ടൈമില് എന്താ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കണക്കാക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മഹാരാഷ്ട്ര, ബീഹാർ, ആസാം, കേരള എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. കേരളമാണ് ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത്. അപ്പൊ നമ്മുടെ ഇപ്പോഴും കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കുറവ്, അതായത് നമ്മൾ 2025-ലും ഏറ്റവും കുറവ് ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളം തന്നെയാണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, കേരള ആണ്. അപ്പോ ഇതും ഒരു കറണ്ട് അഫെയർ ചോദ്യം തന്നെയാണ്. 2021-ലെ കറണ്ട് അഫെയർ ആണ്. 2021-ലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ ഗ്യാപ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 113, 131, 139, 140 എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 140ാമത്തെ ഒരു സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. അപ്പോ ഈ വേൾഡ് ഇക്കണോമിക് ഫോറത്തിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആസ്ഥാനം വരുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ കാൻഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊളോണി എന്ന് പറയുന്ന സ്ഥലത്താണ് എക്സാക്ട് ഇതിന്റെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വേൾഡ് ഇക്കണോമിക് ഫോറം പ്രവർത്തിക്കുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൂടിയാണ്. 1971 ജനുവരി 24-ന് ജർമ്മൻ എഞ്ചിനീയർ ക്ലോസ് ഷ്വാബ് ആണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നത്തെ അഞ്ചാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തമിഴ്നാട്, കേരളം, ഹരിയാന, ഗുജറാത്ത് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി, കേരളം എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം കേരളം കുറെ കാര്യങ്ങളിൽ, അതായത് ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം, ദാരിദ്ര്യ നിവാരണം, ശുചിത്വം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഉന്നത പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമുക്ക് ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ നമുക്ക് അതിൽ അഭിമാനിക്കാവുന്നതാണ്. അപ്പൊ നീതി ആയോഗ് ഓരോ വർഷവും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഇത്തരത്തില് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് സുസ്ഥിര വികസന സൂചിക പുറത്തിറക്കുന്നുണ്ട്. ഓരോ വർഷവും ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് കേരളമാണ് 1-ാം സ്ഥാനത്ത്. ഈ ഒരു കാലഘട്ടത്തിൽ 2020-21 കാലഘട്ടത്തിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇപ്പോഴും കേരളം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ അതിന്റെ ബേസിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മികച്ച ആരോഗ്യ സംവിധാനം, ഉയർന്ന സാക്ഷരതാ നിരക്ക്, സാമൂഹിക വികസന സൂചികകൾ, ഉന്നത നിലവാരം, ഇതൊക്കെയാണ് കേരളത്തിന്റെ പ്ലസ് പോയിന്റ്സ് ആയിട്ട് ഇതിലേക്ക് വരാനുള്ള പ്ലസ് പോയിന്റ്സ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, UNDP-യുടെ 2020 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 129, 130, 131, 132 എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 131 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. UNDP-യുടെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. UNDP-യുടെ 2020 മാനവ വികസന സൂചികയിൽ, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റൽ ഇൻഡെക്സില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 131ാമത്തേതായിട്ടാണ്. അപ്പോ 189 രാജ്യങ്ങളിലാണ് 131ാമത്തെ സ്ഥാനം ഇന്ത്യ നേടിയിട്ടുള്ളത്.
2019 ഇന്ത്യ 129 സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിനേക്കാൾ 2 സ്ഥാനങ്ങൾ താഴേക്ക് ആവാണ് 2020 ചെയ്യുന്നത്. ഈ HDIയുടെ ആ ഒരു റിപ്പോർട്ടിൽ മുൻനിര രാജ്യങ്ങളായിട്ട് 2020 ഉണ്ടായിരുന്ന നോർവേ, ഐറിഷ് റിപ്പബ്ലിക്, സ്വിറ്റ്സർലാൻഡ് എന്നിവയൊക്കെ ആയിരുന്നു കേട്ടോ. UNDP-നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം ഞാൻ നേരത്തെ പറഞ്ഞു. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. ഐക്യരാഷ്ട്ര സഭയുടെ, അതായത് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടല്ലോ UN, അതിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സഭ സ്ഥാപിതമായിട്ടുള്ളത്. ഈ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിതമായിട്ടുള്ളത് 1965 ഇതിന്റെ ഫൗണ്ടേഷൻ ഇയർ വരുന്നത്. ന്യൂയോർക്ക്, അമേരിക്കയിലെ ന്യൂയോർക്ക് ആണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ സുസ്ഥിര വികസനം, മാനവ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഭദ്രത, ജനാധിപത്യം, ആന്തരിക ഭരണകൂടം എന്നിവ മെച്ചപ്പെടുത്തൽ, ഇതൊക്കെയാണ് ഈ ഒരു UNDP-യുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 131ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഈ ഒരു UNDP-യുടെ 2020 മാനവ വികസന സൂചികയിൽ ഉണ്ടായിരുന്ന സ്ഥാനം. 7ാമത്തെ ചോദ്യം, 2020 സാമ്പിൾ രജിസ്ട്രേഷൻ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 7:1000, 8:1000, 9:1000, 10:1000 എന്നിങ്ങനെയാണ് ആ ഒരു റേഷ്യോ കൊടുത്തിട്ടുള്ളത്. അപ്പോ നമുക്ക് എക്കണോമിക്സിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആ ഒരു 2020-21 കാലഘട്ടത്തിലെ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മള് ഇനി വരുന്ന HSIക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മള് പഠിക്കുന്ന വരെയുള്ള ആ ഒരു വർഷത്തെയും അതിന്റെ തൊട്ട് മുന്നത്തെ വർഷത്തെയും അതിന്റെ മുന്നത്തെ വർഷത്തെയൊക്കെ കറണ്ട് അഫെയർ ഒന്നറിഞ്ഞിരിക്കണത് എക്കണോമിക്സിൽ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് കണ്ടു? 4-5 ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലെ കറണ്ട് അഫെയർ ആയിട്ട്. അപ്പോ അത്തരത്തില് കറണ്ട് അഫെയർ കൂടി നിങ്ങളൊന്ന് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർ കൂടി നിങ്ങളൊന്ന് നോക്കിയാല് വേണമെങ്കിൽ 4-5 മാർക്കൊക്കെ എക്സ്ട്രാ സ്കോർ ചെയ്യാന്ന് മാത്രം. ഏത്? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 7:1000 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. 2020 സാമ്പിൾ രജിസ്ട്രേഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കേരളത്തിലെ ശിശുമരണ നിരക്ക് 7:1000 ആണ്. അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 7 പേര് ഇങ്ങനെ മരണപ്പെടുന്നു എന്നുള്ളതാണ് ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു റേഷ്യോ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം, അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലെ 8ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ചരക്ക് സേവന നികുതിയുടെ നിശ്ചയിച്ച സ്ലാബിൽ പെടാത്ത നിരക്ക് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5%, 10%, 18%, 28% എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 10% എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ GST-യില് ഇത്തരത്തിലുള്ള അതായത് ചരക്ക് സേവന നികുതി, അതാണ് ഗുഡ് സർവീസ് ടാക്സ്, GST എന്ന് നമ്മൾ പറയും. അതിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ലാബിന്റെ നിരക്കുകൾ എന്ന് പറയുന്നത് 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ്. അപ്പോ 10% എന്നുള്ളത് ഈ ഒരു സ്ലാബിൽ പെടുന്ന ഒരു നിരക്കല്ല. അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. 10% എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നമ്മുടെ ഈ സെഷനിലെ 9ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ 59ാമത്തെ ചോദ്യമാണ്. 2021 സെൻസസ് അനുസരിച്ച് കേരള ജനസംഖ്യയില് 60 വയസ്സിന് മുകളിലുള്ളവരുടെ ആകെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ അതിൽ വേറെ ഡിസ്കഷനും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ചോദ്യം നോക്കാം. 60ാമത്തെ ചോദ്യം ആണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 60ാമത്തെ ചോദ്യം. നമ്മുടെ 10ാമത്തെ ചോദ്യം, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സിന്റെ ഘടകങ്ങൾ ഏവ? അപ്പോ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. കുറ്റകൃത്യ നിരക്ക്, സുസ്ഥിര വികസനം, പാർപ്പിട സൗകര്യം. അതാണ് 1ാമത്തെ ഓപ്ഷൻ. വായുമലിനീകരണം, ജലമലിനീകരണം, ആരോഗ്യം എന്നിവയാണ് 2ാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ ബി അതാണ്. ഓപ്ഷൻ സി ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി. ഓപ്ഷൻ ഡി ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, സാക്ഷരത. അപ്പൊ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്തായാലും നമുക്കൊന്ന് ഊഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമൊക്കെ കിട്ടും. ആൻസർ നോക്കാം. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, സാക്ഷരത എന്നിവയാണ് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സിന്റെ ഘടകങ്ങളായിട്ട് വരുന്നത്.
ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് അതായത് PQLI എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ മൂല്യനിർണ്ണയത്തിനായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ഒരു സൂചികയാണ് ഈ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ജീവിത നിലവാരത്തിനെ കുറിച്ചിട്ടും ഒക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ എന്തായാലും ശിശുമരണ നിരക്ക്, അതുപോലെ ആയുർദൈർഘ്യം, സാക്ഷരത, ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് ഫിസിക്കൽ ക്വാളിറ്റി എന്ന് നമുക്ക് ഉദ്ദേശിക്കാവുന്നത് അല്ലെ. ഓക്കെ, മറ്റു ഓപ്ഷൻസിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൽ ഫിസിക്കൽ ക്വാളിറ്റി ആയിട്ട് അങ്ങനെ മൂന്നും ഫിസിക്കൽ ക്വാളിറ്റി ആയിട്ട് വരുന്ന ഓപ്ഷൻസ് വേറെ ഇല്ല അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ ഗസ് ചെയ്തിട്ടും ഈ ഒരു ആൻസറിലേക്ക് എത്താം. ശരിക്കും ഗസ് ചെയ്യണമെന്ന് നിൽക്കരുത്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു തന്നെ പോകണം കേട്ടോ. തീരെ കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്കൊന്ന് ഊഹിക്കാം എന്ന് മാത്രം. തെറ്റിപ്പോയാൽ നമ്മുടെ മാർക്കാണ് അവിടെ പോവുക, നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 10 ക്വസ്റ്റ്യൻസ് എടുത്തുവെങ്കിലും അതിൽ ഒരെണ്ണം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും എല്ലാവർക്കും ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കുറച്ചൊക്കെ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള കാരണം വല്ലാണ്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എക്കണോമിക്സ് പോർഷനും അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്തത് പൊളിറ്റിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. താങ്ക് യു.